ഇതോടൊപ്പം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന ബിരുദം കഴിഞ്ഞാൽ ഉപരിപഠനത്തിനുള്ള സാധ്യതകൾ ഈ ഒരു മേഖലയിൽ എന്തൊക്കെയാണ്? അത് മൾട്ടി ഡിസിപ്ലിനറി ആണോ? അങ്ങനെയുള്ള സാധ്യതകളുണ്ടോ? അങ്ങനെയുള്ളതിനെ പറ്റിയിട്ട് കുറച്ച് പറഞ്ഞു തന്നാൽ. ഉപരിപഠന സാധ്യതകൾ നല്ലൊരു ചോദ്യമാണ്. 4 വർഷത്തെ കോഴ്സ് പൂർത്തീകരിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് താൻ വ്യാപരിക്കേണ്ട മേഖലയെപ്പറ്റി ഒരു രൂപം ഉണ്ടാക്കാൻ സാധിക്കും. അതനുസരിച്ച് തനിക്ക് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു മേഖല സെലക്ട് ചെയ്തിട്ട് പ്രമുഖ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉപരിപഠനത്തിന് എത്തിയാൽ അവിടെ നിന്ന് മികച്ച ഒരു ടേക്ക് ഓഫ് കുട്ടികൾക്ക് സാധ്യമാകുന്നതായിരിക്കും. തെർമൽ എഞ്ചിനീയറിങ്ങുമായിട്ട് ഉള്ള വിഷയങ്ങളിലാണ്, ഫിസിക്സ് അതുമായിട്ട് റിലേറ്റഡുള്ള വിഷയങ്ങളിലാണ് താല്പര്യമെങ്കിൽ തെർമൽ എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്യാം. അല്ല, ഫ്ലൂയിഡ് ആൻഡ് ഫ്ലൂയിഡ് മെഷീനറി അതൊരു മേഖലയാണ്. എനർജി എഞ്ചിനീയറിംഗ് അതൊരു മേഖലയാണ്. ഡിസൈൻ ആൻഡ് മാനുഫാക്ചറിങ് അതൊരു മേഖലയാണ്. ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ട് പറഞ്ഞാൽ മെക്കാനിക്കലും ഇലക്ട്രോണിക്സിൻ്റെയും അപാര സാധ്യതകളെ ഒന്നിപ്പിച്ചുകൊണ്ട് നൂതനമായിട്ട് മെക്കട്രോണിക്സ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ബ്രാഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവയെല്ലാം തന്നെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ബ്രാഞ്ച് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഉപരിപഠനത്തിനുപരി എല്ലാ ബ്രാഞ്ചുകൾക്കും ഒരു ടീം വർക്കായിട്ട് പ്രവർത്തിക്കേണ്ട മേഖലകളാണ് ഇന്നുള്ളത്. ഉദാഹരണത്തിന് എയറോസ്പേസ്, ഓട്ടോമോട്ടീവ് ആണെങ്കിലും അതിന് ഇലക്ട്രിക്കൽ സിസ്റ്റം ഉണ്ട്, കൺട്രോൾ സിസ്റ്റംസ് വരുന്നുണ്ട്, ന്യൂമാറ്റിക് സിസ്റ്റംസ് വരുന്നുണ്ട്. അപ്പോൾ ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇലക്ട്രോണിക്സ്, മെക്കട്രോണിക്സ്, മെക്കാനിക്കൽ ഇവയെല്ലാം കൂടെ സമന്വയിപ്പിച്ച് നമുക്ക് ഉപരിപഠനത്തിനുള്ള മേഖല ചൂസ് ചെയ്യാവുന്നതാണ്. അത് വ്യക്തിപരമായി ആ വിദ്യാർത്ഥി അവൻ്റെ UG പഠനകാലത്ത് തന്നെ തനിക്ക് വ്യാപരിക്കാൻ പറ്റുന്ന ഒരു മേഖല ഏതാണോ അതിലേക്ക് ഉപരിപഠനത്തിന് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്.